8 നാളും കീർത്തിപ്പെട്ട അങ്കമാലി തലപ്പള്ളിയിൽ ഇമ്പമോളമാണ് എഴുതുന്ന ഈ വർഗീസിനെ പ്രകീർത്തിച്ചുകൊണ്ട് കലാസന്ധയുടെ പ്രയാണം നമുക്ക് ആരംഭിക്കാം. സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ച മനുഷ്യനെ ഞാൻ നിന്നിൽ നിന്നും അകറ്റു. അന്ധകാരത്തിന്റെ പാതാളത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാനായി കുഞ്ഞു കിടന്ന് കരയൂലേ? കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ? അപ്പ അപ്പ ഇന്ന് സ്കൂൾ ഫീസ് കൊടുത്തില്ലെങ്കിലേ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. മോളെ ആരും പുറത്താക്കില്ലാതെ അത് അപ്പൻ ടീച്ചർ വിളിച്ച് പറഞ്ഞോളാം. മോളെ വിഷമിക്കണ്ട, നമ്മള് നാളെ ഫീസ് കൊടുക്കും. അപ്പ ഇത് കണ്ടോ? ഉടുപ്പൊക്കെ കീറി പഴയതായി. എനിക്കൊരു പുതിയ ഉടുപ്പ് വാങ്ങിച്ചോ. ഇന്ന് പണി കഴിഞ്ഞ് വരുമ്പോ അപ്പനും മോളും കൂടി കടയിൽ പോയി നല്ല പുതിയൊരു ഡ്രസ് മേടിക്കും. എന്താ സന്തോഷായില്ലേ? മോനെ ബാബു, നീ ഇത് കണ്ടോ? ബാങ്കിൽ വന്ന നോട്ടീസാ. നമ്മൾ എന്ത് ചെയ്യും പോലെ എന്ത് ചെയ്യും? എന്റെ അപ്പൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ അതിനൊക്കെ എന്തെങ്കിലും വഴി കണ്ടോളാം. അപ്പൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കാതെ അകത്ത് പോയി കിടക്ക്. ചേട്ടാ കവറ്. പിന്നെ വൈകുന്നേരം നേരത്തെ വരണോട്ടോ. പണി കഴിഞ്ഞ് കൂട്ടുകാരത്ത് വർത്താനം പറഞ്ഞിരുന്നേ പാതിരി ആവരുത്. ഇല്ല, ഞാൻ നേരത്തെ വരും. നീ ഇതങ്ങോട്ട് പോണേ. ഇന്ന് പണിയുണ്ടോ? ഞാൻ പഠിക്കോളാ. പണിക്കൊക്കെ പിന്നെ പോടാ. നീ ഒരു വിശേഷം അറിഞ്ഞാ അങ്ങ് പറഞ്ഞു കൊടുക്കണം. എടാ ബാബു, എനിക്ക് പാടില്ലേ ഇന്ന് മാത്രം ഒരു ടെങ്കിന് ഒരു പെഗ് ഫ്രീ ആണ്. ആ കിട്ടുമെന്ന് പറഞ്ഞു. ഞാനില്ലടാ, എന്റെ കയ്യിലാണെങ്കിൽ 10 കാശില്ല. ഞാൻ ഇല്ലടാ. അതിന് നീ കാശൊന്നും കൊടുക്കണ്ടടാ. ഇന്ന് നീ ഞങ്ങളുടെ ചെലവിനടിക്കും. രണ്ടെണ്ണൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ പോലെ ആളുകൾക്ക് പറഞ്ഞ കാര്യ. അല്ലാതെ ഇവിടെ ജീവിക്കാനില്ലേ ആണുങ്ങളോട് ജീവിക്കാൻ. ഈ മദ്യപാനൊന്നും സമൂഹത്തിന് മാന്യതയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ലടാ. ഒന്നും ശരിയാവില്ല. ഞാൻ ഇല്ലേ. ഒരു മാന്യം വന്നിരിക്കുന്നു. ശരി മാന്യ. എടാ, ഈ നാട് മുഴുവൻ സർക്കാര് ബാറും ഇവരും തോന്നുന്ന ജനങ്ങളുടെ ദാഹം മാറ്റണമെന്നല്ലോ. പിന്നെ എന്തിനാ ഞങ്ങളെ ബാറിലുണ്ടോ? നീ വരുന്നുണ്ടെങ്കിൽ വാടാ. നിനക്കും കൂട്ടുകാരെ പോലെ സന്തോഷിക്കണ്ടേ? നിനക്ക് കാശ് ചെലവൊന്നുമില്ലല്ലോ. എല്ലാം അവരെടുക്കാന്നല്ലേ പറഞ്ഞ്. ചെല്ല്, സന്തോഷിക്ക്. നിന്റെ പ്രാരാബ്ദങ്ങളെ മറന്ന് സുഖിക്ക്. എന്തായാലും അവന്മാര് വിളിച്ചതല്ലേ, ഒന്ന് പോയി നോക്കാം. മരണത്തിന്റെ ഏകാന്തതയിലേക്ക് മനുഷ്യന്റെ പ്രയാണം. അതാണ് എന്റെ ലക്ഷ്യം. ബാബുര് തല ചായ്ക്കായി എന്ത് പറഞ്ഞിട്ടാ നിന്നെ അവര് കളിയാക്കണേ? നമ്മുടെ വീട് കൊണ്ടമോളെയാന്ന് പറഞ്ഞ അവരെ കളിയാക്കണേ. എന്റെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും നല്ല വീടുണ്ടല്ലോ. ആന്റിക്കും അങ്കിളിനും എല്ലാവർക്കും നല്ല വീടുണ്ട്. നമുക്ക് മാത്രം എന്താ നല്ല വീടില്ലാത്ത? മോൻ വിഷമിക്കണ്ട കേട്ടോ. പള്ളിയിൽ ഈ കൊല്ലം പുതിയ വീട് പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്തവണ പുതിയ വീട് നമുക്ക് തരാനാ പള്ളിയിലെ കൈക്കാരൻ അവറാച്ചൻ ചേട്ടൻ പറഞ്ഞിരിക്കണേ. എന്തായാലും നമുക്ക് പുതിയ വീട് കിട്ടും. മോൻ വിഷമിക്കണ്ട. അകത്ത് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, അമ്മ ചായ എടുത്ത് തരാം. ആ, ഇതാര്? അവറാച്ചൻ ചേട്ടനോ? ഞങ്ങൾ ഇപ്പൊ ചേട്ടന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. പുതിയ വീട് പണിയുടെ കാര്യേ. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. എന്താ അവറാച്ചൻ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എന്റെ കെട്ടിന്റെ കൂടിയാ. ഇങ്ങനെ ലക്കുലകാനമില്ലാതെ മദ്യപിച്ച് നടക്കുന്നവരെ സഹായിച്ചാൽ അത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നാ പള്ളി കമ്മിറ്റിക്കാർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വീട് വെച്ച് തരണ്ടാമാ പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. ആരാടി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ? അതാ കൈക്കാരൻ അവറാച്ചൻ ചേട്ടനാ. ആരാടി നിന്റെ അവറാച്ചൻ? എന്തിനാടി അവനിപ്പോ ഇങ്ങോട്ട് വന്ന? അതാ വീട് പണിയുന്നതിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആരാടി ഇവിടെ വീട് പണിയുന്ന? എന്റെ മണ്ണ്, നീ എന്റെ പെണ്ണ്,
ഈ നിൽക്കുന്ന എന്റെ ലേഡി ഇവിടെ ആരുടെ വീട് പണിയണ? ഞാൻ വീട് പണി. നിങ്ങള് വീട് പണി തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? വീട് പോയിട്ട് ഒരു നാളെ പോലും നിങ്ങൾക്ക് പണി ഇതുവരെ പറ്റിയിട്ടുണ്ടോ? ഇവിടെ നോക്ക്, എന്താ കേരള സംസ്ഥാന മെമ്പർ ലോട്ടറി 20 കോടിയാ, 20 കോടി. ഈ പ്രാവശ്യം ഞാൻ വീട് പണിയും. ഇതേ ലോട്ടറി എടുത്ത് കുടിച്ചു നല്ല കാശുണ്ടായിരുന്നെങ്കിൽ എത്ര വീട് പണിയായിരുന്നു. ഞാൻ പണിയെടുക്കണ കാശ് കൊണ്ടല്ലേടി ഞാൻ കുടിക്കണ. അതിന് നിനക്കെന്താടി? എനിക്ക് കുറച്ച് കാശ് വേണം. 10 പൈസ എടുക്കാൻ എന്റെ ഇല്ല. 10 പൈസ മിച്ചക്കാർക്ക് വേണ്ട. അപ്പഴാണ് 10 പൈസ. നീ നമ്മളെ കളിക്കലാട്ടെ പൈസ എടുക്കണി. എന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ. ആകെക്കൂടി ഉള്ളതേ ഈ ഒരു തരി പൊന്നിന്റെ താലി. അത് ഞാൻ തരില്ല. താലിയെങ്കിൽ താലി, അതിന് താലി ഇല്ല, തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. നീ അത് തരുന്നോ അതോ ഞാൻ? ഇല്ല, ഇത് തരില്ല. എനിക്ക് മേടിക്കാറില്ല. യുവതികളെ നടന്നു വരും. നിങ്ങളുടെ യുവത്വത്തിൽ നിങ്ങൾ സന്തോഷിക്കും. നടന്നു വരും. ചങ്ങാതി, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇത് ഹാൻഡ് ഇതങ്ങ് കയ്യിലേക്ക് എടുത്തിട്ടുണ്ടല്ല, ഇതിങ്ങനെ തിരുമിയിട്ടുണ്ടല്ല, ഇതങ്ങ് വായിലേക്ക് അങ്ങ് വെച്ചിട്ടുണ്ടല്ല, ബാക്കിയെല്ലാം ആന്തനാക്കി നോക്കിയോളും. ചവിട്ടടങ്ങളൊക്കെ ക്യാൻസർ വന്ന് പഴുത്ത് പുഴുവരിക്കണോ? ജീവിതത്തിലൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തവർക്ക് ഇതൊക്കെ തന്നെയാണോ ഒരു ആശ്രയം. താനെന്ത് പോടോ? ഇയാളിതെന്താ ചെയ്യുന്നത്? ഇത് കഞ്ചാവ് സ്വാമിയെന്നും അറിയും. ഇതിങ്ങനെ വലിച്ചു കയറ്റിയാണല്ലോ ഈ അണ്ടാളാവ് മുഴുവൻ ചെറുപോടിപ്പാടലം പോലെ ഒഴുകി നടക്കാം. ഇതൊക്കെ വലിച്ചു കയറ്റിയല്ലേ തന്റെ തലച്ചോറ് തകരാറിലേക്ക് മണ്ട. ഇത് മയക്കുമരുന്ന്. ഇതിങ്ങനെ കുത്തിവെച്ചാല് ഇത് തീത്തൈലം പോലെ ഞെരുമ്പിലേക്ക് പാഞ്ഞു കയറും. പിന്നെ നിനക്ക് സന്തോഷത്തിന്റെ അതിസങ്കീർണമായ മേഖലയിലൂടെ, ഇതുവരെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ നിനക്ക് സഞ്ചരിക്കാം. താനൊന്ന് പോടോ. ശരിയാ, ജീവിതം മടുത്തു. ഇങ്ങനത്തെ മാർക്കോടെ പരീക്ഷകൾ പാസ്സായി. PSC ടെസ്റ്റ് എഴുതി ജോലി തന്നെ ജീവിതം മടുത്തു. യുവതിയും സ്വജനപക്ഷപാതവും സംവരണം കൊണ്ട് എന്നെ പോലെ ഉയർന്ന മാർക്കും യോഗ്യതയുള്ളവർക്ക് ജോലിയില്ല, കൂലിയില്ല. ജീവിതം മടുത്തു. ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തവർക്ക് ഇതൊക്കെ തന്നെ ആശ്രയം. എനിക്കും വേണം ലഹരി, എനിക്കും വേണം. ഏയ്, എന്താ മോളെ, നീ വിഷമിച്ചിരിക്കാണോ? എന്താ എന്റെ പ്രശ്നം? അത് പറ. എന്റെ പ്രശ്നം എന്റെ മാതാപിതാക്കളാ. അല്ലെങ്കിൽ എല്ലാവർക്കും ഈ മാതാപിതാക്കൾ തന്നെയാ പ്രശ്നം. നിന്റെ മാതാപിതാക്കൾ ഇപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയേ? ഇപ്പൊ മാത്രല്ല, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കാണുന്നത് എന്റെ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക. ഇന്നവർ ഡൈവേഴ്സായി, വേർപിരിഞ്ഞു, എന്നെ ഈ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കി. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല. കേട്ടാ, ഇവൾക്ക് സ്നേഹിക്കാൻ ആരില്ലാന്ന്. ആ ജസ്റ്റിനും സ്നേഹിക്കാൻ ആരുമില്ല എന്ന് കേട്ടു. ഇവൾ നമുക്ക് ആ ജസ്റ്റിനൊന്ന് സെറ്റാക്കി കൊടുത്താലോ? അത് വേണ്ട, അവനൊരു ആവശ്യത്തിനാ. ഇവിടെ സെറ്റാക്കി കൊടുത്താലേ ഒരാഴ്ചത്തേക്കുള്ള സാധനം കിട്ടുള്ളൂ. എന്നാ നമുക്ക് ഇവളെ അങ്ങ് ആ ആകാശിനെ സെറ്റാക്കി കൊടുക്കാം. അത് നല്ല ഐഡിയ. ആകാശമാകുമ്പോ ഒരു മാസത്തേക്കുള്ള സാധനം കിട്ടും. നിങ്ങളുടെ എന്ത് സാധനത്തിന്റെ കാര്യം പറയണേ? നിങ്ങൾ നോക്ക്, ഇതാണ് MDMA. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി, ഈ ഒരു ഒറ്റ വരി, ഒരൊറ്റ വലി. പിന്നെയുണ്ടല്ലോ, നിനക്ക് മാതാപിതാക്കളല്ല, പോലീസില്ല, പട്ടാളില്ല, കോടതിയില്ല, ഈ നാട്ടുകാരില്ല, സമാധാനക്കാരില്ല. പിന്നെ നിനക്ക് ഫ്രീഡം ഇല്ല, ഒരു പ്രശ്നമില്ല. ഈ ഒരു ഒറ്റ ലൈനെ നീ അങ്ങോട്ട് വലിക്ക.
മനസ്സിലായി. നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണോ? മോശം. നിങ്ങൾ ലഹരിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് എങ്ങനെയാ? പ്രണയം, love. ഞാൻ വിശ്വസിച്ച് ഉള്ളിനെ കൊടുത്ത് സ്നേഹിച്ച എന്റെ കിരണത്തെ എന്റെ പമ്പിലേക്ക് വിളിച്ചു. ഞാൻ പോയി. എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ കുടിച്ചു. ഒന്ന് ചില്ലാകാൻ എന്റെ അമ്മ തന്നു. ഞാൻ ചില്ലായി. ഇപ്പൊ കിരണേട്ടൻ പറയുന്നവർക്കൊക്കെ പോണം, പറയുന്നവരൊക്കെ കാരണം. നിങ്ങൾക്കറിയോ ഈ കമ്പോള സംസ്കാരത്തിൽ ഏറ്റവും ലാഭമുള്ള ബിസിനസ് എന്താണെന്ന്? പെണ്ണുകൾ വ്യാപാരം. അതിനിരകളാകുന്നതോ ഞങ്ങളെ പോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും. അവരെ വലവേശി പിടിക്കാൻ കിരണേട്ടനെ പോലെയുള്ള ഈ ഏജന്റുമാർ. ഇതിനെല്ലാം ഉള്ളൊരു മോചനം. അതാണ് ഞങ്ങൾക്ക് ഈ ലഹരികൾ മാത്രം. അതിന് ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ എന്താ പ്രയോജനം? എന്താ പ്രയോജനമെന്നോ? മറക്കാം, എല്ലാം മറക്കാം. ഞാൻ വിശ്വസിച്ച കൈകൾ, എന്റെ ശരീരത്തിന്റെ അതിർത്തികൾ കടന്നു വന്ന ബാഡ് ടച്ചുകൾ, അത് എനിക്കുണ്ടാക്കിയ ട്രോമ. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ നൂറുകണക്കിന് പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക വേദന. സംരക്ഷിക്കേണ്ടവർ തന്നെ സംഹരിക്കുന്ന അവസ്ഥ. വെയിൽ തന്നെ വിളവ് തിന്നുന്നു. അതുമാത്രമല്ല, പുറത്തിറങ്ങി നടന്ന കാമകോറിയന്മാരുടെ കഴുകൾ കണ്ണുകൊണ്ട് തുറച്ചു നോക്കുന്നു. പുരുഷ മനോഭാവത്തിന് മാറ്റില്ല. ബാലിക മുതൽ പല വൃദ്ധകൾ വരെ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു. അയൽക്കാരുടെ കുടുംബങ്ങളിൽ കാമകളിലൂടെ കാമകണ്ണുകൾ പിടിപ്പിക്കുന്ന അയൽക്കാരുള്ള ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഏത് കുടുംബത്തിലെ സ്ത്രീകൾക്കാണ് സുരക്ഷിതത്വമുള്ളത്? ഓർക്കുന്നില്ല നിങ്ങൾ? ഒരൊറ്റ കയ്യൻ പറഞ്ഞത്, പാതിരാക്കി പുറത്തിറങ്ങുന്ന പെണ്ണിനെ കണ്ടാൽ അത് തനിക്ക് പോകാനുള്ള പാൽപായസമാണെന്ന്. കാണുന്നതെല്ലാം മോഹിക്കാൻ മൃഗതുല്യനാണ് മനുഷ്യൻ. ബലാത്സംഗത്തിൽ നിന്ന് കൂട്ടബലാത്സംഗത്തിലേക്ക്. അങ്ങനെ മനുഷ്യന്റെ അധപതനം. അതാണ് എന്റെ ലക്ഷ്യം. മതി, നിർത്ത് നിങ്ങളുടെ ദീനരോധനങ്ങൾ. വഴിവിളക്കുന്ന ഹൃദയത്തോടു കൂടിയ ജനമേ, സുഖഭോഗങ്ങളുടെ ആസക്തികളാൽ നിങ്ങൾക്ക് പ്രലോഭനങ്ങളോട് അതിരാടുവാനുള്ള ശക്തിയില്ല. പ്രലോഭനങ്ങൾ നിശേഷമില്ലാതിരിക്കുക അസാധ്യമാണെന്നും ഭൂമിയിലെ മനുഷ്യ ജീവിതം ഒരു പോരാട്ടമാണെന്നുള്ള സത്യത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. സത്യത്തിൽ നിന്നും അസത്യത്തിലേക്ക് മനുഷ്യവംശത്തിന്റെ സർവനാശം. അതാണ് എന്റെ ലക്ഷ്യം. തിന്മയുടെ സന്താനമേ, നിന്റെ ലക്ഷ്യങ്ങൾ വിജയം കാണില്ല. അതാ സത്യത്തെ തിരിച്ചറിഞ്ഞ അങ്കമാലി ബസിലിക്കയിലെ ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹം വിശുദ്ധ ഗീവർഗീസിന്റെ മധ്യസ്ഥതയിൽ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതാ കാണ്. യുവാക്കളെ, യുവതികളെ, ദുഷ്ടാരൂപിയുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് ജീവിതത്തിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് വിലപിക്കുന്നവരെ, ഇതാ തിന്മയുടെ പ്രതിരൂപമായ സർപ്പത്തെ വധിച്ച വിശ്വാസത്തിന്റെ വീരൻ, നമ്മുടെ ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസ്. ലഹരികളിൽ നിന്നും രാസലഹരികളിലേക്കുള്ള പ്രയാണം ചെയ്യുന്നവരെ ഓർക്കുക. നിത്യനാശത്തിന്റെ താഴ്വരയിലേക്കാണ് ആ പ്രയാണം. ഒരു യൂട്ടേൺ എടുക്കുക. ജീവിതമാകുന്ന ലഹരിയിലൂടെ ജീവിത വിജയത്തിലേക്കുള്ള പ്രയാണം. ഓർക്കുക, മരുന്നടിച്ച് മരവിച്ച മനസ്സുകൾക്ക് മരണമാണ് മോചനം. ലഹരിരഹിത ജീവിതം നിത്യഹരിത ജീവിതം. ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി. ജീവിതം